എത്ര പേർക്ക് എത്രമാത്രം സത്യസന്ധമായി ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ കാത്ത് മറ്റൊരാൾ നിൽക്കാൻ ഇടയാകട്ടില്ല എന്ന് പറയാൻ പറ്റും? എന്നെ കാത്ത് നിൽക്കാൻ മറ്റൊരാളെ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. ടൂറൊക്കെ പോകുമ്പോൾ വളരെ രസമല്ലേ? ടൂർ പോയിട്ടില്ല നമ്മള്, അല്ലേ? 10ഉം 15ഉം പേര്, 20 പേര്, 30 പേര്, 40 പേര്, 50 പേരൊക്കെ നമ്മൾ ഒരുമിച്ച് ടൂർ പോകും. ടൂർ പോകുമ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തും. ഡെസ്റ്റിനേഷൻ എത്തി നമുക്ക് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് ബസ്സിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മൾ ഇത്ര മണിക്ക് ഇവിടുന്ന് പുറപ്പെടും. അതുകൊണ്ട് എല്ലാവരും എവിടെ പോയാലും ശരി കൃത്യസമയത്തിനുള്ളിൽ എത്തിയിരിക്കണം, ഇല്ലേ? പറയില്ലേ? എല്ലാവരും എത്തി, ഒരെണ്ണ ഒഴികെ. ആ ഒരാളെ കാത്ത് എത്ര പേര് എത്രയെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം അവസരങ്ങളിൽ കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ആ ഒരാൾ ഞാൻ ആയിരിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള തീരുമാനം എടുക്കാൻ കഴിയണം. അത്രയും പേരുടെ മനസ്സിലുണ്ടാക്കിയ ഒരു നൊമ്പരമില്ലേ? ആ ടൂർ എൻജോയ് ചെയ്യാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു അവസരമായി മാറിയില്ല അത്? ശരിയല്ലേ? കാരണം എന്താ, അവിടെ നിന്ന് പുറപ്പെടാൻ വൈകിയാൽ അടുത്ത സ്ഥലത്തേക്കുള്ള എൻട്രി ചിലപ്പോൾ ബ്ലോക്കായി എന്ന് വരാം. അടുത്തൊരു സ്ഥലം ഒരു എൻട്രി നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. സമയബന്ധിതമായി പ്ലാൻ ചെയ്ത് വന്ന പ്രീ പ്ലാൻഡ് ആയിരിക്കും പ്രോഗ്രാമുകളൊക്കെ. ആ ഒരാൾ മുഖേന, ആ ഒരാൾ നിമിത്തം മറ്റൊരു അനേകം ആളുകൾക്ക് കിട്ടേണ്ട ഒരു സന്തോഷം, ഒരു നല്ല കാഴ്ചാവസന്തം അവർക്ക് നിഷേധിക്കപ്പെടാനിടയാവാം. ആലോചിച്ച് എന്ത് കഷ്ടമാത്. ചിന്തിക്കണം. സമയത്തിന്റെ വില അറിയണമെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം അല്ലേ? ട്രെയിനൊക്കെ യാത്ര ചെയ്യാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കറിയാം. ആ എക്സ് എന്ന് പറഞ്ഞൊരു അക്ഷരം കാണാണ്ടി വന്ന അവസ്ഥ മനസ്സിലായോ? ട്രെയിനിൽ പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് പിടികിട്ടും. പുറയിൽ ഏറ്റവും അവിടെ ചെല്ലുമ്പോ കണ്ടു, ഞാൻ പോകുന്ന വണ്ടിയുടെ ആ എക്സ് ഇവിടുന്ന് വായിക്കാം. ഓടിയത് വെറുതെ, അല്ലേ? ഓക്കെ. ഇനി ഡ്യൂട്ടിക്ക് നമുക്ക് ഇവിടെ വരേണ്ട ടൈം എത്ര ഉണ്ട്? എത്ര മണിക്ക് ഇവിടെ? പഞ്ചിങ് ആണോ? പഞ്ചിങ് ഇല്ലേ അല്ലേ? സന്തോഷമായി പോയി കേട്ടാ. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തറിയാമോ? പഞ്ചിങ് നമ്മൾ ഒരു സെഷനിലേക്ക് കയറുമ്പോൾ ആ ഗ്ലാസ് ഡോർ ഓപ്പൺ ആകണമെങ്കിൽ നമ്മുടെ പഞ്ചിങ് അല്ലെങ്കിൽ ഐ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു സിസ്റ്റം വരും. ആ സിസ്റ്റം കൃത്യസമയത്തിന് 5 മിനിറ്റ് കൂടി എക്സംഷൻ മേ ബി കിട്ടിയേക്കാം. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്സാവില്ല. ഹലോ, ആ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത സമയം വരാം. ടെക്നോളജി ഇപ്പോൾ IT ഫീൽഡിലേക്ക് അങ്ങനെയാണ്. കമ്പ്യൂട്ടറിന് മുന്നിൽ പോയിരിക്കാം, കമ്പ്യൂട്ടർ ഓപ്പൺ ആവില്ല. അവർ എൻട്രി ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സമയം, അവർക്ക് രാത്രി 10 മണി വരെ അവർക്ക് ഡ്യൂട്ടി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അസൈൻമെന്റ് തീരുമാനിക്കാം. പക്ഷെ 12 മണിക്ക് സൈൻ ഔട്ട് ചെയ്യാൻ പറ്റൂ. 10 മണി കഴിഞ്ഞാൽ 12 മണി വരെ അവിടെ ഇരിക്കണം. ശരിയാണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ക്ലിയർ ആണോ? ഇത്തരം ടെക്നോളജികളൊക്കെ വരുമ്പോൾ ഓർക്കുക, നമ്മൾ ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ കാലഘട്ടം വളരെ വേഗതയിൽ മാറി മറിഞ്ഞ് ആ ടെക്നോളജി നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോൾ അന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അന്ന് സ്ട്രഗിൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നേ നമ്മൾക്ക് നല്ല പ്രാക്ടീസ്, നല്ല ശീലങ്ങൾ നമ്മൾ സ്വായത്തമാക്കണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. സമയം വലിയ വിലയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിന് വില കൊടുത്ത് നമ്മൾ എത്രമാത്രം സമയത്തിന് വില കൽപ്പിക്കുന്നോ അതേ വില തന്നെയാണ് മറ്റൊരാൾക്കും. നമ്മൾ എത്രമാത്രം സമയത്തിന് വില കൽപ്പിക്കുന്നു അതിനേക്കാൾ വിലയുണ്ട് മറ്റൊരാളുടെ സമയത്തിന് എന്ന് നമ്മൾ തിരിച്ചറിയണം. റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. യെസ്, ക്ലിയർ? ഓക്കെ. ഈ സ്ഥാപനത്തില് ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എത്തി, ഒരു കൃത്യസമയം നമ്മൾ ഡ്യൂട്ടിക്കും അല്ലേ? ഞാൻ താമസിച്ചാ വന്നു, അതുകൊണ്ട് നേരത്തെ പോയേക്കാന്ന് വെച്ചു. ബാഗൊക്കെ എടുത്തോണ്ട് ഇറങ്ങിയപ്പോ പറഞ്ഞാണേ, രാവിലെ താമസിച്ചു വന്നു, വൈകുന്നേരം താമസിച്ച് പോയിരുന്ന പെരുദോഷം കേൾക്കാനായിട്ടേ നാണക്കേടല്ലേ, മോശമല്ലേ? അതുകൊണ്ട് ഞാൻ രാവിലെ താമസിച്ച് വന്നിട്ട് വൈകുന്നേരം നേരത്തെ പോകുന്ന വെച്ചു. അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റിയല്ലേ? എന്നെ ഒരു കാലം നോക്കി, എന്നെ നിയമം അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ചിട്ടയുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനുള്ളിൽ നമ്മൾ ആയിരിക്കാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യൂ, നല്ലതേ വരുള്ളൂ.